നമുക്കിന്ന് ഷെഫിള്ള ഉണ്ടാക്കിയ നിർവാണി ചൂതമീൻ വെച്ചുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇവിടെ ചൂതമീനാണ് കിട്ടിയേക്കുന്നത്. ഇത് വെള്ളച്ചൂതയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ചൂതമീൻ തൊലി കളഞ്ഞെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം. ചൂതമീൻ ഈ രണ്ട് വശവും അങ്ങ് ഇതുപോലെ അങ്ങ് ചെത്തി കൊടുക്കണം. ചെത്തി കൊടുത്തിട്ട് രണ്ട് വശം ഇതുപോലെ ചെത്തിയിട്ട് നമ്മളിത് തൊലി ഇവിടെ തല മുറിച്ചിട്ട് പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് തൊലി പോരും. ഈ മസാല തേക്കാനായിട്ട് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ചെറിയതായതുകൊണ്ട് ഒരെണ്ണം ഒഴിച്ച് കൊടുക്കാം. ചെറിയ ചെറുനാരങ്ങയായിരുന്നു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു 8 കഷ്ണം മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ എടുത്തത് 8 കഷ്ണം മീനാണ്. അരപ്പൊക്കെ തേച്ച് ഇനി ഇത് അരപ്പ് പിടിക്കട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മാങ്ങ നീളത്തിന് അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇഞ്ചി നീളത്തിന് അരിഞ്ഞത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർത്തി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം റെഡി ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഇതെല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അടുത്ത വശം കൂടി റെഡി ആയി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മീനെല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ഇല വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി ചട്ടിയിലേക്ക് ഇല വെച്ച് കൊടുക്കാം. ഒരില അടിയിൽ ചെറിയൊരെണ്ണം വെച്ച് പിന്നെ നമുക്ക് മീൻ വയ്ക്കാനായിട്ട് കുറച്ച് വലിയൊരില വെച്ച് ഈട്ടം കൂടി കൊണ്ട് കുറച്ച് മുറിച്ചെറിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
നമ്മൾ വറുത്ത് വെച്ചേക്കണ മീൻ ഇതിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാം നിരത്തി വെച്ച് കൊടുത്തു. എല്ലാ മീനും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. നീളത്തിന് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് കീറിയത്. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ ഇതിന് മുമ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചൂടിൽ തന്നെ ഇരുന്നിട്ട് നന്നായി ഒന്ന് കുറുകി വരും. അതുവരെ ചട്ടി മൂടി വെച്ച് കൊടുക്കുക. ഇത് കുറുകി ഇതുപോലെ വരും. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആകുന്നത്. നമ്മൾ ചൂരമീൻ വെച്ചിട്ട്, ചൂതാന്നൊക്കെ പറയില്ല എല്ലാവരും, ചൂതമീൻ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഷെഫ് ഇള്ളേൻ്റെ നിർവാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.